ചേർത്തല കലാനികേതന്റെ സുവർണ ജൂബിലി ആഘോഷം മെയ് 18-ന് ചേർത്തലയിൽ നടക്കും. ചേർത്തലയിൽ നിറസാന്നിധ്യമായി കലാലോകത്ത് പ്രവർത്തിക്കുന്ന ചേർത്തല കലാനികേതൻ എന്ന ഈ ഡാൻസ് സ്കൂൾ അത് ഏതാണ്ട് 50 വർഷത്തിൽ കൂടുതൽ വർഷമായി ചേർത്തലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ശ്രീ ലതാ ഗോപിനാഥിൻ്റെയും അവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ കലാനികേതൻ എന്ന ഈ ഡാൻസ് സ്കൂൾ. അത് 60 വർഷത്തോളം ആയിട്ടുണ്ട് ഈ സ്കൂൾ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട്. അതിൻ്റെ ഒരു സുവർണ ജൂബിലി ആഘോഷം നടത്തണമെന്ന് ആ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുടെയും ഒരു ആഗ്രഹപ്രകാരം ഈ മാസം മെയ് 18-ാം തീയതി ഞായറാഴ്ച ചേർത്തല ടൗൺ NSS കരയോഗം ഹാളിൽ വെച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടികളുടെയും ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും എല്ലാം കൂടി ഒരു കലാമാമാങ്കം തന്നെ നടത്തിക്കൊണ്ട് എല്ലാ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു കലാപരിപാടികളോടുകൂടി ഈ സുവർണ ജൂബിലി ആഘോഷം ഒരു വൻപിച്ച രീതിയിൽ നടത്തുവാനാണ് ഈ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ഷെർലി ഭാർഗവൻ അവരുകളാണ്. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അവരുകൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. നടനവർഷിണി 2025 എന്ന പേരിൽ ചേർത്തല കലാനികേതന്റെ സുവർണ ജൂബിലി ആഘോഷം സംഘടിപ്പിക്കുന്നു. മെയ് 18-ന് ചേർത്തല ടൗൺ NSS കരയോഗം ഹാളിൽ നടക്കുന്ന പരിപാടി തിരുവനന്തപുരം ശ്രീ സ്വാതി തിരുനാൾ ഗവൺമെൻറ് സംഗീത കോളേജ് നൃത്ത വിഭാഗം മുൻ മേധാവി S. ലേഖ തങ്കച്ചി ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 3-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. 50 വർഷമായി നാട്യകലാരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ലതാ ഗോപിനാഥിനെയും ചടങ്ങിൽ ആദരിക്കും. ചേർത്തലയിലെ പ്രധാനപ്പെട്ട ചില സ്കൂളുകളിൽ ഞാൻ നൃത്ത അധ്യാപകനായി ജോലി ചെയ്തു തുടങ്ങി. 26 വയസ്സിൽ എൻ്റെ സഹധർമ്മിണിയായി ലതാ ഗോപിനാഥ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു. തുടർന്ന് ഞങ്ങൾ രണ്ടുപേരുടെയും ഒരേ മനസ്സ്, കലയാണ് ജീവിതം. അത് മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ഒരു സ്ഥാപനം തുടങ്ങുകയും അതിൻ്റെയൊക്കെ എല്ലാം ഒരു മുന്നോടിയായിട്ട് കുട്ടികളുടെ ആഗ്രഹവും ഞങ്ങളുടെ അഭിലാഷവും എല്ലാം കൂടി ചേർത്തുകൊണ്ട് 2025 സുവർണ ജൂബിലി നടത്തുന്നതിനായി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 2025 വരെ കുട്ടികളെ ഞാനിത് ആ സ്ഥാപനത്തിൽ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാരാളം കുട്ടികൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ അമ്മമാരെയും ചെറിയ കുട്ടികളെയും, അതായത് നഴ്സറി തൊട്ട് എല്ലാ കുട്ടികളെയും ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഡാൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പഠിച്ചു, കുറച്ച് നാൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ഡാൻസ് മാത്രമാണ് അഭ്യാസമായിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു ഒറ്റ അഭിലാഷം ഇതാണ്, ജൂബിലി, സുവർണ ജൂബിലിയെ കൊണ്ടാടാനായിട്ട് എല്ലാവരുടെയും സഹായം, അമ്മമാരുടെയും അച്ഛന്മാരുടെയും കുട്ടികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും എല്ലാവരുടെയും സഹകരണം ഇന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഒരു മക്കളെ പോലെ തന്നെ ആ ഒരു സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരെയും ചേർത്ത് നിർത്തി അവർക്ക് വേണ്ടുന്ന വാത്സല്യവും അനുഗ്രഹവും കൊടുത്ത് പഠിപ്പിക്കുന്നതാണ് ടീച്ചർ. ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ എപ്പോഴും മക്കളെ എന്ന് വിളിച്ച് അടുത്തിരുത്തി അവരുടെ സങ്കടങ്ങളും കാലുവേദനയാണോ എന്ന് വെച്ച് കാല് തിരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് ടീച്ചർ ഞങ്ങളുടെയൊക്കെ പഠിപ്പിച്ചത്. ആ ഒരു പാഠവും തന്നെയാണ് എനിക്ക് ഇന്ന് ഈ നിലയിൽ എത്താൻ സാധിച്ചത്. അതുകൊണ്ട് എൻ്റെ ഗുരുക്കന്മാരുടെ 50ാമത് വാർഷികം നല്ല രീതിയിൽ നടത്താൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ്.